I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട് I0യുടെയും I2 ഡാഷിൻ്റെയും സമ്മാണ്. I2 ഡാഷ് എന്ന് പറഞ്ഞാൽ I2ൻ്റെ നേരെ ഓപ്പോസിറ്റ് കറണ്ടാണ് അല്ലേ? അപ്പോൾ I2 lags V2 by an angle phi2. അപ്പോൾ നമ്മൾ ആ ഒരു അസംഷനിൽ എന്ത് വരയ്ക്കുന്നു? I2 വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ V2 നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ I2 കറണ്ട് അസ്യൂം ചെയ്ത് വരയ്ക്കുകയാണ് അവിടെ. ഈ I2ൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? I2 ഡാഷ് അല്ലേ? I2ൻ്റെ നേരെ ഓപ്പോസിറ്റാണ് I2 ഡാഷ്. അപ്പം ഇതാണ് I2 ഡാഷ് എങ്കിൽ I0യുടെയും I2 ഡാഷിൻ്റെയും കൂടെ വെക്റ്റർ സമ്മാണ് എന്ത്? I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ട്. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? നമ്മളിവിടെ I2 കറണ്ട് നമ്മളൊരു അസംഷനിൽ വരയ്ക്കുന്നു. കാര്യം നമുക്കിവിടെ അറിയാം, നമ്മൾ ഓൾറെഡി I2ഉം I2 ഡാഷും വരച്ച് I2 ഡാഷ് പ്ലസ് I0 I1 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ I2 ഇതാണെന്ന് വിചാരിക്കുന്നു. I2നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നു, അത് I2 ഡാഷ് ആവുന്നു. I2 ഡാഷിനെ ട്രയാങ്കിൾ ലോ വഴി വേണേലും സം ചെയ്ത് I1 ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പുതിയതായിട്ട് വരച്ചതുപോലെ പാരലലോഗ്രാം ലോ വഴി വേണേലും I1 ഉണ്ടാക്കാം. അപ്പോൾ I2 ഉണ്ട്. I2നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നു, നമുക്ക് I2 ഡാഷ് കിട്ടുന്നു. ആ I2 ഡാഷ് പ്ലസ് I0 എന്ന് പറയുന്നതാണ് I1. അപ്പോൾ നമുക്ക് I1 കിട്ടിയല്ലോ. അതുപോലെ നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? -E1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇനി നമ്മൾ E1ൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. E1ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് I1R1ഉം I1JX1ഉം ആണ്. അതായത് -E1 ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് ടു ആഡ് I1R1 ആൻഡ് I1JX1. അപ്പം I1R1 ഈസ് ദ കമ്പോണൻറ്റ് വിച്ച് ഈസ് ഇൻ പാരലൽ ടു I1 നമുക്ക് കിട്ടി. ഇപ്പോൾ I1ന് പാരലായിട്ട് എന്ത് വരയ്ക്കുക? I1R1 വരയ്ക്കുക. അതിന് 90 ഡിഗ്രിയിൽ യു വിൽ ഹാവ് I1JX1. ഇതാണ് I1JX1. ഓക്കെ, അപ്പം -E1 പ്ലസ് I1R1 പ്ലസ് I1JX1 നമുക്ക് എന്ത് തരണം? V1 കിട്ടണം. മനസ്സിലായോ? ഇനി I1R1 പ്ലസ് I1JX1 എന്ന് പറയുന്നത് എന്താണ്? I1Z1 ആണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, I1R1 പ്ലസ് I1JX1നെ നമുക്ക് I1Z1 എന്ന് പറയാം. കാര്യം R1 പ്ലസ് JX1 Z1 ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് അവിടെ ട്രയാങ്കിൾ ലോയിൽ സം ചെയ്യാമെങ്കിൽ I1R1 പ്ലസ് I1JX1 കൊണ്ട് നമുക്ക് I1Z1 അവിടെ കിട്ടും. അപ്പം -E1 പ്ലസ് I1R1 പ്ലസ് I1JX1 ഈസ് V1. ഓക്കെ, I1R1 പ്ലസ് I1JX1 ഈസ് I1Z1. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ V2 ഈസ് ഈക്വൽ ടു E2 മൈനസ് I2R2 പ്ലസ് I2JX2 അല്ലേ? അപ്പോൾ V2 കിട്ടണമെങ്കിൽ E2ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ഇത് E2 അല്ലേ? E2ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. കാര്യം മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരോ വരുന്നത്. സം എന്ന് പറയുമ്പം ആ വെക്റ്റേഴ്സ് സെയിം ഡയറക്ഷനിൽ മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു E2. സോ E2 മൈനസ് I2JX2, E2 മൈനസ് I2JX2 മൈനസ് I2R2 ഈക്വൽസ് V2. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടിയാൽ V2 പ്ലസ് I2R2 പ്ലസ് I2JX2 ഈക്വൽ ടു E2. അങ്ങനെയല്ലേ കിട്ടുന്നത്? അതായത് V2 പ്ലസ് I2R2 ഇത് ഇപ്പുറം കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? V2 പ്ലസ് I2R2 പ്ലസ് I2JX2 ഈക്വൽസ് E2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ V2 പ്ലസ് I2R2 പ്ലസ് I2JX2 ഈക്വൽസ് E2. ഇനി I2R2 പ്ലസ് I2JX2 ഈസ് I2Z2. I2R2 അതിൻ്റെ കൂടെ I2JX2 കൂടെ സം ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് I2Z2 ആണ്. അപ്പോൾ പ്രൈമറിയിൽ യു ഹാവ് I1Z1 വിച്ച് ഈസ് ദ സം ഓഫ് I1R1 പ്ലസ് I1JX1. സെക്കൻഡറിയിൽ യു ഹാവ് I2Z2 വിച്ച് ഈസ് ദ സം ഓഫ് I2R2 ആൻഡ് I2JX2 അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? E2 കിട്ടി, V2 കിട്ടി, I1R2 കിട്ടി, I2JX2 കിട്ടി, I2Z2 കിട്ടി. ഇവിടെ നമുക്ക് -E1 കിട്ടി, പ്ലസ് I1R1 കിട്ടി, പ്ലസ് I1JX1 കിട്ടി, V1 കിട്ടി, ആൻഡ് വി ഗോട്ട് I1Z1 അല്ലേ? ഇനി ആംഗിൾ ബിറ്റ്വീൻ I1 ആൻഡ് V1 ഈസ് കോൾഡ് ∅1. Angle between I1 and V1 is called ∅1, and angle between I2 and V2 is called ∅2. അപ്പം I1 ആൻഡ് V1, I1നും V1നും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ ∅1 എന്നും പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ ∅1 എന്നും സെക്കൻഡറി പവർ ഫാക്ടർ ആംഗിൾ ∅2 ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ I2 ആൻഡ് V2. അപ്പോൾ ഇതാണ് ദ കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ
ലോഡ്. അപ്പം നമ്മളൊരു ട്രാൻസ്ഫോമർ കംപ്ലീറ്റ് ഫേസർ ഡയഗ്രാം ആണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു നോ ട്രാൻസ്ഫോമർ, യു മസ്റ്റ് നോ ഫേസർ ഡയഗ്രാം ആൻഡ് ഇക്വലന്റ് സർക്യൂട്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ ഹൗ ദ പ്രൈമറി സൈഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഹൗ ദ സെക്കൻഡറി സൈഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഹൗ ദ ലോസ് കമ്പോണൻറ്റ് ഓഫ് ദ പ്രൈമറി കറണ്ട് ആൻഡ് ദി കോർ ലോസ് കമ്പോണൻറ്റ് ആൻഡ് ദ മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ് ഈസ് ടേക്കൺ ടുഗദർ ടു ഫോം ദ ടോട്ടൽ പ്രൈമറി കറണ്ട് I1. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ I0 എന്തിൻ്റെയൊക്കെ സമ്മാണ്? ഒരു റീക്യാപ്പ് പറയാം. I0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് IW പ്ലസ് IM. I0യുടെയും I2' കൂടെ സമ്മാണ് I1. I2' ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് KI2 ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. K ഈസ് ഈക്വൽ ടു 1. സോ I2 ആൻഡ് I2' വിൽ ബി ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. നമുക്കിവിടെ E1 ഉണ്ട്, E2 ഉണ്ട്. -y അതിൽ -E1 ആക്കി E1നെ മടക്കി മേളിൽ കൊണ്ടുപോയി -E1 പ്ലസ് I1R1 പ്ലസ് I1JX1 ആണ് V1. I1R1 പ്ലസ് I1JX1 വിൽ ഗീവ് യു I1Z1. V1നും I1നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് പ്രൈമറി പവർ ഫാക്ടർ ആംഗിൾ ∅1. ഇനി ഇവിടെ നമുക്ക് E2 ഓൾറെഡി ഉണ്ട്. E2ൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? E2ൽ നിന്ന് I2JX2 കുറയ്ക്കണം. I2R2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് V2 കിട്ടും. അല്ലെങ്കിൽ V2 ആണ് ഏറ്റവും ചെറിയ വോൾട്ടേജ്. V2വിൻ്റെ കൂടെ ഡ്രോപ്പുകൾ കൂട്ടിയാൽ നമുക്ക് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF E2 കിട്ടണം. അപ്പോൾ V2 പ്ലസ് I2R2 പ്ലസ് I2JX2 കിട്ടിയാലും E2 കിട്ടും. I2R2 പ്ലസ് I2JX2 ഈസ് കോൾഡ് I2Z2. ഇനി I2 ഓൾറെഡി ഇവിടെ ഉണ്ട്. ദ ആംഗിൾ ബിറ്റ്വീൻ I2 ആൻഡ് V2 ഈസ് കോൾഡ് ദ സെക്കൻഡറി പവർ ഫാക്ടർ ആംഗിൾ ∅2. അപ്പം പവർ ഫാക്ടർ ഓഫ് ദ പ്രൈമറി വിൽ ബി cos ∅1 ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദ സെക്കൻഡറി വിൽ ബി cos ∅2. ഇതാണ് ദ കംപ്ലീറ്റ് ഓൺ ലോഡ് ഫേസർ ഡയഗ്രാം ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ.